ഒരു പ്രോഗ്രാം ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്തു തുടങ്ങിയ കാലഘട്ടത്തിൽ അറിയപ്പെടാത്ത കലാകാരന്മാർക്ക് വേദി നൽകിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ഒരു പ്രോഗ്രാമിൽ നമ്മുടെയൊക്കെ നാടിന്റെ യശസ് ഉയർത്താൻ വേണ്ടി ആ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേരുകയും ലോകത്തുടനീളം പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഹസീബ് ബൂലൂർ എന്നൊരു നാമം നമ്മുടെ കോഴിക്കോട് ജില്ലക്കാരൻ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുകാരൻ ലാലേട്ടന്റെ ശബ്ദവിന്യാസം കൊണ്ട് നമ്മൾക്ക് ഏറെ ഒരുപാട് തവണ നമ്മുടെ സ്വീകരണ മുറികളിൽ നമ്മെ വന്ന് സ്നേഹിച്ച ഒരു കലാകാരൻ, നമ്മുടെ ഒരു സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്, അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറാണ്. ആ ഒരു സിനിമയിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഏറ്റവും സെറ്റ് കാര്യങ്ങളിൽ തന്റേതായിട്ടുള്ള ഒരു പ്രതിഭ അദ്ദേഹം ആ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു കൈയടിയോട് കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഹസീബ് ബൂലൂർ. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇഷ്ടപ്പെട്ടാൽ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ കയ്യടി എനിക്കും തരണം. ഓക്കെ, ഒരു കയ്യടി തരും ആദ്യം. അതിന് നമ്മളെ മമ്മൂക്ക തുടങ്ങട്ടെ. അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നത് നോക്കാം. പിന്നെ ലാലേട്ടനിലേക്ക് പോവും, പിന്നെ സുരേഷ് ഏട്ടനിലേക്ക് പോവും. ഓക്കെ, തീർച്ചയായിട്ടും ഈ എൻവഴി തന്നെ വഴി ആദ്യമായിട്ട് ഞാൻ കേട്ടപ്പോ രജനീകാന്തിന്റെ ആ ഒരു സിനിമയുള്ള ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ആ ഒരു പേരിൽ തന്നെ ഈ ഒരു സിനിമയുടെ മഹത്വം ഉടനീളമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ ഒരു എഫേർട്ട് തന്നെയാണ് ഈ ഒരു കലാകാരന്മാർ ഇവർക്ക് മുന്നിൽ വെക്കുന്നത്. കാരണം ഒരു 1.5 ലക്ഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെയൊരു സിനിമ നമ്മുടെ ഇടയിലേക്ക് എത്തുന്നത് വരുമ്പോൾ വളരെ പൊട്ടൻഷ്യലുള്ള ഒരു മറ്റും കലാകാരന്മാരുടെ എഫേർട്ടാണ്. അത് വിജയിക്കട്ടെ, അതിന്റെ കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും. അല്ലേ, നമുക്ക് പറഞ്ഞതുപോലെ തന്നെ അല്ലേ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു സിനിമാ രംഗത്ത് ഒരു പുത്തൻ ഉണർവാവട്ടെ. എന്നുവഴി എന്നുള്ളത് വളരെ ആകർഷകമായിട്ടുള്ള പേര് തന്നെയാണ് അല്ലെ. തീർച്ചയായിട്ടും ഈ ചെറുപ്പക്കാർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ജനുവരി 10-ാം തീയതി നിങ്ങളുടെ തിയേറ്ററിലേക്ക് വരിക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോത്സാഹനം തന്നെയാണ്. ഓരോരുത്തരും തിയേറ്ററിൽ വന്നുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വിജയിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പയ്യന്മാർക്ക് വിജയാശംസകൾ നേരുക അല്ലെ. അതാണല്ലോ നമുക്ക് പറ്റാവുന്നത്. തീർച്ചയായിട്ടും ഞാൻ ശരിക്കും നമുക്ക് പറയുന്നതിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർത്ത് പറയണം. ഞാൻ വഴി തന്നെ വഴിയിൽ രജനീകാന്ത് സാർ പടയപ്പ എന്ന സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ഞാനതിന്റെ ഡയറക്ടറോട് ചോദിച്ചു, എന്താണ് ഇങ്ങനൊരു പേര് തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ കാരണം? അപ്പൊ ആ ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞു, തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് നിങ്ങൾക്ക് പറയാമെങ്കിൽ ഞങ്ങൾക്ക് രജനീകാന്ത് സാറിന്റെ പേരും കടമെടുക്കാം എന്ന് പറഞ്ഞു. വളരെ അത്ഭുതപ്പെട്ടു. പിന്നെ അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് 1.5 ലക്ഷത്തിന് 1.5 കോടിയല്ല 1.5 ലക്ഷത്തിന് ഇങ്ങനൊരു സിനിമ എടുത്തുകൊണ്ട് അത് എഫേർട്ട് എടുത്തുകൊണ്ട് അപ്പൊ എല്ലാ വിജയാശംസകളും ഈ ഒരു അണികളിൽ പ്രവർത്തിച്ച ഈ ഫിലിം മേക്കേഴ്സിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I will send the film with my family definitely. Thank you. എന്റെ അമ്മ വിശന്നപ്പോ ഊട്ടി, കരഞ്ഞപ്പോ കണ്ണീരെല്ലാം കൊണ്ടുപോയി. ഇപ്പൊ എന്നെ തിരിച്ചു വിളിക്കുന്നത് എന്റെ അമ്മയാവും. കണ്ടോ സാർ, വേലായുധന യാത്രയ്ക്ക് മുള്ളൻകൊല്ലി മുഴുവൻ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിക്കുന്നില്ല. കേളപ്പെട്ട സാറേ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നം വന്നാൽ നമ്മളെന്താ ചെയ്യാ? ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ തള്ളി നിർത്തും. നമ്മൾ ആളുകൾ എങ്ങനെയാണ് ചെയ്യാ? സാർ ഇത് ആ കുട്ടിയെ കണ്ടോ? നമ്മളെ കേളപ്പെട്ട മോള ലീല കൊച്ചല്ലേ. വേലായുധനെ നേർക്ക് നേരെ നടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ഇപ്പഴിയാ ഒറ്റ സാറേ, ധൈര്യമുണ്ട് സാറിൽ നിന്ന് നീതി തോന്നിക്കാവോ? അക്കരയ്ക്ക് വാ സാറേ, ഞാനവിടെ കാത്തിരിക്കാം. ചുമ്മാ Yeah.
ഞാൻ